താങ്ക് യു. തുടർന്ന് നമ്മുടെ ബ്രദർ ശങ്കർ മുൻപോട്ട് വന്നൊരു പാട്ട് പാടും. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ. മഹിമയിൻ പ്രഭുത്താൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൻ പ്രഭുത്താൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും. ജീവിതത്തിൽ തകർന്നുടഞ്ഞു പോയ അനുഭവങ്ങളെ, സ്വപ്നങ്ങളെ സഫലമാക്കാൻ, ശിഥിലമായി തീർന്ന സ്വപ്നങ്ങളെ സഫലമാക്കാൻ കരുത്തുള്ള ഒരു നല്ല യജമാനനെ കുറിച്ചാണ് ഞങ്ങളിവിടെ പ്രസംഗിക്കുന്നത് തന്നെ. മനുഷ്യരാരും പാപം ചെയ്യണമെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ തെറ്റിപ്പോകണം, തിന്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ജീവിക്കുന്നവരല്ല. എല്ലാവർക്കും ഓരോരോ സ്വപ്നങ്ങൾ, ഓരോരോ ആഗ്രഹങ്ങൾ, വലിയ കാഴ്ചപ്പാടോടുകൂടിയാണ് ജീവിതമൊക്കെ ആരംഭിക്കുന്നത് തന്നെ. പക്ഷേ നല്ലതായി ആരംഭിക്കുന്ന പലതും വഴിയിൽ ഇല്ലാതെ ആയി തീരാറുണ്ട്. ബൈബിളിലൊരു വാക്യം ഇങ്ങനെ, യേശു തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങളിൽ നല്ല സുഹൃത്ത് ആരാണ് എന്ന ഒരു വലിയ ചോദ്യം യേശു തന്നെ തൻ്റെ ശിഷ്യന്മാരോട് ഒരിക്കൽ ചോദിച്ചു. അപ്പോൾ നല്ല സുഹൃത്തിനെ കുറിച്ച് യേശു പങ്കുവെക്കുന്നൊരു ഭാഗമുണ്ട്. അത് ഒരു മനുഷ്യൻ ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങളുമായിട്ട് യാത്ര തിരിച്ചു. ആ മനുഷ്യൻ സ്വപ്നങ്ങളുമായി യാത്ര തിരിക്കുന്നത് യെരുശലേമിൽ നിന്നും ജെരിഹോവിലേക്കുള്ള തൻ്റെ യാത്ര. ആ യാത്ര വലിയ ആഗ്രഹത്തോടുകൂടി ആരംഭം കുറിക്കുന്നതാണ്. ജെരിഹോ എന്ന കച്ചവട സ്ഥലത്ത് ചെന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് അവിടെ ബിസിനസ് ചെയ്ത് ജീവിതത്തിൽ പണം സമ്പാദിച്ച് ആ പണം കൊണ്ട് കുറേ ബാധ്യതകളെ തീർക്കണം, ഒരു വീട് വെക്കണം, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന വലിയ ആഗ്രഹത്തോടുകൂടെ യാത്ര തിരിച്ചൊരു മനുഷ്യനാണ് ഈ യെരുശലേമിൽ നിന്നും യെരിഹോവിലേക്കുള്ള ഈ യാത്രക്കാരൻ. അങ്ങനെ വീട്ടിൽ നിന്നും തൻ്റെ ഭാര്യയോടും മക്കളോടൊക്കെ ടാറ്റ പറഞ്ഞ് ബിസിനസ്സിനായിട്ട് ജെരിഹോവിലേക്ക് പോവുകയാണ്. യാത്രയുടെ മധ്യയിൽ രാത്രിയായി. താൻ യാത്ര മുന്നോട്ട് തുടങ്ങുകയാണ്. അകലങ്ങളിൽ നിന്ന് ഈ ജെരിഹോ എന്ന തൻ്റെ ബിസിനസ് സ്ഥലത്തെ കണ്ടുകൊണ്ട് യാത്ര ചെയ്യുകയാണ്. ഇനി അല്പം കിലോമീറ്ററുകൾ ദൂരം യാത്ര ചെയ്താൽ മതി, അടുത്ത പ്രഭാതത്തിൽ ആ സ്ഥലത്ത് വന്നെത്താം, തൻ്റെ ബിസിനസ് ആരംഭിക്കാം എന്നൊക്കെ വലിയ ആഗ്രഹത്തോടു കൂടിയാണ് ആ സ്ഥലം കണ്ട് യാത്ര ചെയ്യുന്നത്. എന്നാൽ പ്രതീക്ഷിക്കാത്തതൊന്ന് ആ രാത്രിയിൽ സംഭവിച്ചു. യാത്രയുടെ മധ്യയിൽ അർദ്ധരാത്രിയിൽ കുറേ കള്ളന്മാർ തൻ്റെ അരികിലേക്ക് വന്ന് തന്നെ അടിച്ചു വീഴ്ത്തി, തന്നെ മുറിവേൽപ്പിച്ചു,
തൻ്റെ സമ്പത്ത് മുഴുവനും ചൂഷണം ചെയ്ത് തൻ്റെ നന്മ മുഴുവനും അവർ മോഷ്ടിച്ച് തന്നെ വഴിയിലൊരു അർത്ഥപ്രാണനാക്കി വിട്ടേച്ചു പോയി. വലിയ ആഗ്രഹങ്ങളോടുകൂടി യാത്ര ചെയ്ത മനുഷ്യൻ ഇപ്പോൾ ആ വഴി യാത്രയിൽ ഒരു മനുഷ്യനുമില്ല. തനേകനായി അർത്ഥപ്രാണനായി കിടക്കുന്ന ഒരു രംഗം. ആ അർത്ഥപ്രാണനായി കിടക്കുന്ന മനുഷ്യനെ പല ആവർത്തി ആരെങ്കിലും രക്ഷകനായിട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നു. ആരും വന്നില്ല. എന്നാൽ പ്രഭാതമായപ്പോൾ ഒരു മനുഷ്യൻ അതുവഴി വന്നു. ആ മനുഷ്യൻ കണ്ടിട്ട് കണ്ടില്ല എന്ന് പറഞ്ഞു പോയി. അടുത്ത് വേറൊരാൾ വന്നു. അദ്ദേഹവും കണ്ടിട്ട് കണ്ടില്ല എന്ന് പറഞ്ഞു പോയി. കാരണം കയ്യേറ്റാൽ അത് തൻ്റെ തോളിലായിത്തീരും, തനിക്കൊരു ബാധ്യതയായിത്തീരും എന്നതുകൊണ്ട് കണ്ടില്ല എന്ന് നടിച്ച് ആ രണ്ടുപേരും മടങ്ങിപ്പോയി. എന്നാൽ ഒരു ശമരിയക്കാരനെന്ന മനുഷ്യൻ, ആ മനുഷ്യൻ അതുവഴി വരികയാണ്. ആ മനുഷ്യന് കണ്ടിട്ട് കണ്ടില്ല എന്ന് നടിക്കാൻ തോന്നിയില്ല. ആ മനുഷ്യൻ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു. തൻ്റെ കയറത്തിലിരുന്ന എണ്ണ കൊണ്ട് മുറിവുകളൊക്കെ കെട്ടി അദ്ദേഹത്തെ എത്തിക്കേണ്ട ഒരു സത്രത്തിലെത്തിച്ചു, ഒരു ഹോസ്പിറ്റലിൽ എത്തിച്ചു, ഒരു വൈദ്യസഹായം കൊടുക്കുവാൻ തുടങ്ങി. ആ മനുഷ്യൻ വാസ്തവത്തിൽ തന്നെ കണ്ടില്ല എന്ന് നടിക്കാതെ തന്നെ ചേർത്ത് പിടിച്ചതാണ് തൻ്റെ ജീവിതത്തിൽ ഒരു പുനർജന്മം എന്ന് പറയുന്നത്. എന്നെ ശബ്ദം ശ്രവിക്കുന്ന വാത്സല്യ ദേശനിവാസികളെ, പലപ്പോഴും പലരും കണ്ടില്ല എന്ന് നടിക്കുന്ന നമ്മുടെ വിഷയങ്ങളെ, നാം വേണ്ട എന്ന് വെക്കുന്ന, നമുക്ക് താല്പര്യമില്ല എന്ന് പറയുന്ന, നമ്മൾ അകറ്റി നിർത്തിയ വ്യക്തികൾ പലപ്പോഴും അത് കണ്ടില്ല എന്ന് നടിക്കാതെ അരികിൽ വന്നു ചേർത്ത് പിടിച്ചു നിങ്ങളെ എത്തിക്കേണ്ട ഇടത്തേക്ക് എത്തിക്കുന്നത് പോലെ. ഇവിടെ യേശു പറയുന്നത്, ആരാണ് ഈ മൂവരും നല്ല സുഹൃത്തെന്ന ചോദ്യത്തിന് ആ തൻ്റെ അവസ്ഥയിൽ വന്ന് തന്നെ സഹായിച്ച, തന്നെ രക്ഷിച്ച മനുഷ്യനാണ് തൻ്റെ നല്ല സുഹൃത്ത്. ഈ സന്ദേശം ശ്രവിക്കുന്ന മാന്യ ദേശനിവാസികളോട് പറയട്ടെ, നല്ല സുഹൃത്തെന്ന പോലെ നിങ്ങളുടെ ആവശ്യങ്ങളുടെ നടുവിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നിങ്ങളുടെ സാഹചര്യങ്ങളുടെ നടുവിൽ കണ്ടില്ല എന്ന് നടിക്കാതെ നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു നല്ല രക്ഷകനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നുണ്ട്. എത്രയോ ആവർത്തി രക്ഷപ്പെടുവാൻ തക്കവണ്ണം പല പദ്ധതികളൊക്കെ നോക്കി നടന്നിട്ടും ഒടുവിൽ അതെല്ലാം നിരാശയായി, അതിൻ്റെ ഫലം നിരാശയായി തീർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ പകലിൽ ഞങ്ങൾ ഇവിടെ നിങ്ങളുമായി പങ്കുവെക്കുന്ന യേശു ക്രിസ്തു നല്ല രക്ഷകനായിട്ട് കൂടെയുണ്ട്. ആ രക്ഷകൻ, ആമേൻ, അവിടെ കാണുന്നത് ആ മനുഷ്യനെ ഒരു സത്രത്തിലേക്ക്, ഒരു വൈദ്യസഹായത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. ഇവിടെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന യേശു ക്രിസ്തുവിനെ അരികിലേക്ക്, തൊട്ടടുത്ത ചർച്ചകളുണ്ട്, പ്രാർത്ഥിക്കുന്ന കൂടാരങ്ങളുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെ നിങ്ങൾ ആ പ്രാർത്ഥനാ കൂടാരങ്ങളിലേക്ക് എത്തിച്ച് ഒരു പൂർണ്ണമായൊരു സൗഖ്യം നിങ്ങളുടെ വിഷയത്തിന് തരുവാൻ കഴിയും. അത് പങ്കുവെക്കാനാണ് ഞങ്ങൾ ഇവിടെ ആയി നിൽക്കുന്നത് തന്നെ. തലമുറകളെക്കുറിച്ച് അവരുടെ സ്വപ്നം കണ്ടുകൊണ്ടാണ് ആരംഭം കുറിക്കുന്നത്. അവരുടെ വലിയ സ്വപ്നം കണ്ടുകൊണ്ടാണ് ജീവിതം ആരംഭിക്കുന്നത് തന്നെ. കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ വലിയ സന്തോഷം, ആ കുഞ്ഞിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാൻ വളരെ ബന്ധപ്പെടുന്ന മാതാപിതാക്കൾ. പക്ഷെ ഒരു ടൈം പീരീഡ് കഴിഞ്ഞ് അവർ യൗവനക്കാരാകുമ്പോൾ അതേ മാതാപിതാക്കളെ മറന്നു കളയുന്ന ഒരു വലിയ കാലഘട്ടം. ഇന്നത്തെ കാലഘട്ടത്തിന് നടുവിൽ 7ാം ക്ലാസ് എന്നല്ല, 5ാം ക്ലാസ് എന്നല്ല മുതലേ മയക്കുമരുന്ന്, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കുഞ്ഞുങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ മാതാപിതാക്കൾ പറഞ്ഞാൽ മാറ്റം വരാതിരിക്കുന്ന തലമുറകൾ, സമൂഹം പറഞ്ഞിട്ട് മാറ്റം വരാതിരിക്കുന്ന തലമുറകളെ ഇന്ന് പകലിൽ ഞങ്ങൾ ഉയർത്തുന്ന യേശു ക്രിസ്തു മുഖാന്തരം അതിനകത്തൊരു മാറ്റം വരുത്തുവാൻ കഴിയും. മനുഷ്യൻ്റെ മനസ്സിനെ മാറ്റം വരുത്തുവാൻ കഴിയുന്ന ഏക മാർഗം അത് യേശു ക്രിസ്തു എന്ന മാർഗം മാത്രമാണ്. മനുഷ്യൻ്റെ മനസ്സിനെ രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തിക്ക് മാത്രമേ കഴിയത്തുള്ളൂ, അത് യേശു ക്രിസ്തുവിന് മാത്രമാണ്. ഇവിടെ ഒട്ടനവധി ഡി അഡിക്ഷൻ സെൻ്ററുകളുണ്ട്, ഇവിടെ ഒട്ടനവധി കൗൺസിലിംഗ് സെൻ്ററുകളുണ്ട്. എനിക്കറിയാം എത്രയോ കൗൺസിലിംഗ് സെൻ്ററുകളിൽ ചെന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ച് അവർ കുറേ കൗൺസിലിങ്ങൾ പറഞ്ഞു തന്ന്
വിടുകയല്ലാതെ അതിനകത്തുനിന്ന് പിന്നെയും ആ മനുഷ്യൻ പാപത്തിലേക്ക് അല്ലെങ്കിൽ മയക്കുമരുന്നിലേക്ക് തന്നെ പിന്നെയും ചെല്ലുന്നുണ്ട്. മദ്യപാനത്തിനകത്ത് നിൽക്കുന്ന ഒത്തിരി പേര് മദ്യപാനത്തിൽ നിന്ന് വിടുതൽ തരുവാൻ തക്കവണ്ണം ഒത്തിരി ഡി അഡിക്ഷൻ സെൻ്ററുകളിലേക്ക് ചേർത്ത് നിർത്തി അവിടെ ഒരു മാസത്തേക്ക് അവർ അതിനകത്ത് നിന്ന് മാറ്റം സംഭവിച്ചാലും പിന്നും അതിനകത്ത് എന്ത് ചെയ്യുന്നു, കുടുങ്ങിപ്പോകുന്നുണ്ട്. അങ്ങനെ ഡി അഡിക്ഷൻ സെൻ്ററിനും മദ്യപാനത്തെ ലഹരി പദാർത്ഥത്തിൽ നിന്ന് പൂർണ്ണമായൊരു മാറ്റം വരുത്താൻ കഴിയത്തില്ല. എന്നേ ആ മനുഷ്യനെ പൂർണ്ണമായി മാറ്റം വരുത്താൻ കഴിയുന്ന ഒരേ ഒരുവനേ ഉള്ളൂ. അത് ഇന്ന് പകൽ ഞങ്ങളിവിടെ ഉയർത്തുന്ന യേശു ക്രിസ്തു മാത്രമാണ്. നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ഒരു നല്ല കാലം, ഒരു നല്ല പീരീഡ് മുഴുവനും നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ജീവിച്ചു. പക്ഷേ അവർ യൗവനക്കാരായപ്പോൾ അപ്പനാര്, അമ്മയാര്, സഹോദരങ്ങൾ ആരെന്ന് തിരിച്ചറിയാൻ കഴിയാതെ മയക്കുമരുന്നിനും മദ്യപാനത്തിനും അടിമയായി ഇന്ന് നിങ്ങൾക്ക് അവരൊരു വേദനാകരമായ അനുഭവമായിരിക്കുമ്പോൾ ആയിരിക്കുന്നിടത്തിരുന്നു കൊണ്ട് ആ യേശുവിനെ നോക്കി ഒന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ നിശ്ചയമായും ആ ക്രിസ്തു നിങ്ങളുടെ ആവശ്യങ്ങൾ നടുവിൽ ഇറങ്ങി വന്ന് നിങ്ങളായിരിക്കുന്നിടത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. എൻ്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ദേശനിവാസികളെ, ഒരു നല്ല കുടുംബജീവിതത്തിലേക്ക് യാത്ര തിരിക്കുന്ന ഒത്തിരി പേര് എനിക്കറിയാം. ഇന്ന് നമ്മുടെ കേരളം വർദ്ധിച്ചു വരുന്ന ഡിവോഴ്സിന്റെ പെറ്റീഷൻ, ഒരുപാട് കുടുംബങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആരും ഡിവോഴ്സ് ആകാനല്ല വിവാഹം കഴിക്കുന്നത്, ഒരു നല്ല കുടുംബജീവിതം നയിക്കാനാണ് വിവാഹം കഴിക്കുന്നത്. പക്ഷേ ഇന്ന് കുടുംബ കോടതികളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ ഒരു കുടുംബ കോടതിയുടെ പുതിയ ഒരു ഉദ്ഘാടനം നടക്കുമ്പോൾ ഒരു ജഡ്ജിയാണ് അതിന് ഉദ്ഘാടനത്തിന് വരുന്നത്. ആ ജഡ്ജി വന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ താൻ പറയുന്നൊരു വാചകമുണ്ട്, ഇവിടെ കുടുംബ കോടതിയുടെ വർധനവ് കൊണ്ട് സന്തോഷിക്കുകയല്ല, ഇവിടെ ഒരു പുതിയ കോടതി രൂപപ്പെട്ടത് കൊണ്ട് സന്തോഷിക്കുകയല്ല വേണ്ടത്, ഇവിടെ അങ്ങനെ ഒരു കോടതി വരാതിരിക്കണമായിരുന്നു. കാരണം വർദ്ധിച്ചു വരുന്ന കുടുംബ പ്രശ്നങ്ങൾ, കുടുംബ കോടതികൾ എണ്ണം കൂടിക്കൂടി വരുമ്പോൾ ആരും മനഃപൂർവമായി കുടുംബജീവിതം വേർതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. എന്നാൽ ജീവിതത്തിൻ്റെ ആരംഭ സമയങ്ങളിൽ തന്നെ താളം തെറ്റുന്നൊരു ജീവിത അനുഭവങ്ങളെ കണ്ട് ഇനി മുന്നോട്ട് പറ്റില്ല എന്ന് പറഞ്ഞ് വേർപിരിയുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. ഈ മധ്യാഹ്ന സമയത്ത് എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരും മനഃപൂർവ്വമായി വേർതിരിയുന്നതല്ല, അവരെ വേർതിരിക്കുന്ന ഒരു ദുഷ്ടശക്തിയുണ്ട്. ആരും മനഃപൂർവ്വമായി ലഹരി പദാർത്ഥത്തിന് അടിമയാകുന്നതല്ല, അവരെ അതിലേക്ക് കൊണ്ടിടുന്ന ഒരു ദുഷ്ടശക്തിയുണ്ട്. ആരും മനഃപൂർവ്വമായി തങ്ങളുടെ അപ്പനെയും അമ്മയെയും സ്നേഹിക്കാതെ അവരെ ഒറ്റപ്പെടുത്തുന്നതല്ല, അവരെ ഭരിക്കുന്ന, അവരെ പിന്തുടരുന്ന ഒരു ദുഷ്ടശക്തിയുണ്ട്. ആ ദുഷ്ടശക്തിയിൽ നിന്ന് വിടുതലുണ്ടായെങ്കിൽ മാത്രമേ അവർക്ക് പൂർണ്ണമായും ഒരു സന്തോഷകരമായ, ഒരു വിജയകരമായ ജീവിതം നയിക്കാൻ പറ്റത്തുള്ളൂ. എത്രയോ കുടുംബങ്ങൾ, എത്രയോ മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെക്കുറിച്ച് വളരെ ഭാരപ്പെട്ട് കരയുമ്പോൾ, പാസ്റ്റർ ഞങ്ങൾ അങ്ങനെയല്ല അവനെ വളർത്തിയത്, പാസ്റ്റർ ഞങ്ങൾ അങ്ങനെയല്ല അവളെ വളർത്തിയത്, പക്ഷേ ഞങ്ങൾ ഉണ്ടില്ലേലും, ഞങ്ങൾ നല്ല വസ്ത്രം ധരിച്ചില്ലേലും ഞങ്ങൾ അവർക്ക് വേണ്ടി ജീവിച്ചു. പക്ഷേ അവർ ഇന്ന് ഞങ്ങളെ അറിയാതെ പോകുന്നപ്പോൾ, ഇന്നവർ ഞങ്ങൾക്ക് ഉപയോഗമില്ലാതെ പോകുമ്പോൾ വളരെ ഭാരപ്പെടുന്ന ഒരുപാടാണ്. മനുഷ്യൻ്റെ കഴിവുകൾക്ക് അസാധ്യമാണ്. എന്നാൽ ഇന്ന് പകൽ യേശു ക്രിസ്തുവിന് അതിനകത്തുനിന്ന് രൂപാന്തരം വരുത്തുവാൻ കഴിയും. ക്രിസ്തുവിനെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നത് അവൻ വെളിച്ചത്തിൻ്റെ ദൈവമാണ്. വെളിച്ചം വെളിപ്പെടുമ്പോൾ ഇരുൾ മാറുന്നത് പോലെ ഈ ഇരുട്ടിൻ്റെ ശക്തി നമ്മുടെ തലമുറകളിൽ നിന്ന്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് എന്നേക്കുമായി മാറ്റി വെളിച്ചത്തിൻ്റെ ദൈവമായ ക്രിസ്തു അവരെ അതിനകത്തുനിന്ന് സ്വതന്ത്രനാക്കി ഒരു നല്ല ജീവിതം നയിക്കുവാൻ, നാളേക്ക് ഒരു നല്ല തലമുറകളായി തീർക്കുവാൻ ദൈവം ശക്തനാണ്. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ വിരാമമിടുന്നുണ്ട്.